ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ISO ഫയൽ, വിൻഡോസിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡിങ് ആയി നിർത്തിയതായിരുന്നു. അപ്പോൾ ആ ഫയലുകളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേമാതിരി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലുകളാണ് കിടക്കുന്നത് വെച്ചാൽ വിൻഡോസിൻ്റെ 7 ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ വേറെ ഫയലുകളുണ്ട്, ISO ഫയൽ ലിനക്സിൻ്റെ ഉണ്ട്, അതായത് ഉബുണ്ടുന്റെ ഉണ്ട്, വിൻഡോസ് 10 ഉണ്ട്, വിൻഡോസ് 11 ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൂഫസ് വിൻഡോസ് വെച്ചിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യാൻ, മറ്റേത് ക്ലോസ് ചെയ്യാൻ പോകും. തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഞാൻ അത് ക്ലോസ് ചെയ്യാണ്. ഇത് ആരെയും വാണ്ടി ക്വിക്ക് അടിക്കട്ടെ, യെസ് ഞാൻ കൊടുത്തു ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഡൗൺലോഡിങ്ങിന്റെ ഇത് വരുന്നുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് വിടാം. തൽക്കാലം ഇത് ക്ലോസ് ചെയ്ത് വിട്ടു. അപ്പൊ ഡൗൺലോഡിങ് അവിടെ നടക്കൂല, നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കണ്. അപ്പൊ നമുക്ക് ഈ വിൻഡോ ഒക്കെ ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ഡൗൺലോഡ് ഇത് എങ്ങനെ വിൻഡോയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഈ വിൻഡ്രാറിന്റെ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഐഡിയ ഉണ്ടാവും. ഈ റൂഫസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള മെത്തേഡ് ഉണ്ടാവും. ഈ വിൻഡോയിൽ ഞാൻ ചെയ്തത്, വിൻഡോയിൽ ഞാൻ ഫയൽ CRൽ പോയിട്ട്, അതാണ് പെട്ടെന്ന് ഒന്നും കൂടി എളുപ്പം എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിൽ പോയത്. വിൻഡോയിൽ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വരുന്ന, ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന, ന്യൂ ടാബ് എടുക്കുന്ന, ഡൗൺലോഡ് കൊടുക്കുക ചെയ്തത്. ഇവിടെ റെക്കമെൻഡ് ഡൗൺലോഡ് കൊടുത്തു. ഈ ഫയൽ CR നിങ്ങൾ എപ്പോഴും ക്യാച്ച് ചെയ്താൽ മതി. അതിൽ ഒരുവിധം സോഫ്റ്റ്വെയറുകളൊക്കെ കോമൺ ആയിട്ട് സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഗെറ്റിംഗ് ടു PC പോയാലും ഇതേമായി തന്നെയാണ്. ഗെറ്റിംഗ് ടു PC ഇതിലും അതേമായി തന്നെ ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇതിൽ പോവാം. ഇതിൽ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയറൊക്കെ ഇതിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഈ സോഫ്റ്റ്വെയർ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ നമുക്ക് സെലക്ട് ചെയ്യുന്ന, നേരെ പോയിട്ട് ഇവിടെ താഴെ വരുന്ന ഇതിന്റെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാസ്വേഡ് ഇതേമാതിരി 123 ആണ് ഇതിന്റെ പാസ്വേഡ് വരുന്നത്. ഈ ലെവലിലേക്കും നമുക്ക് വേണമെങ്കിൽ നീങ്ങിയിട്ട് പോവാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ തൽക്കാലം ക്ലോസ് ചെയ്യാൻ പോണ്. ഇതൊക്കെ തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യാൻ പോണ്. നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഈ വിൻഡോ ഒന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പോയിട്ട് നോക്കാനുള്ളത്, ഇനി ഇതിൽ കാണുന്ന സമയത്ത് ഇതിന്റെ ബോക്സ് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഡ്രൈവർ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പെൻഡ്രൈവ് എടുക്കാൻ പോകുന്നത്. പെൻഡ്രൈവ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഇതിൽ ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ എഴുതി കാണിക്കുക എന്നുള്ളത് നമുക്കിപ്പോ കാണാം. ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോ പെൻഡ്രൈവിന്റെ കയ്യിലുണ്ട്. അപ്പൊ പെൻഡ്രൈവ് ഞാൻ ഇടാൻ പോകുന്നത്. ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ ഞാൻ ഈ കൺസറിൽ ഇവിടെ ഡിവൈസ് എഴുതി കാണിക്കും. ഇതിലിപ്പോ ഡിവൈസിൽ എഴുതി കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക്, കണ്ടില്ലേ? ഈ ഡിവൈസിൽ ന്യൂ വോളിയം F ഡ്രൈവ് ആയിട്ടാണ് 32 GB ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ പെൻഡ്രൈവ് ഇതിൽ കിട്ടിയപ്പോ ന്യൂ വോളിയം 32 GB ഈ ഒരു 28 32 എന്ന് പറഞ്ഞ ഈ GB ഇത്രയും സ്പേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ന്യൂ വോളിയം F ഡ്രൈവ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ കാണിക്കുന്നത് ന്യൂ വോളിയം എന്നുള്ള മാറ്ററിലാണ്. കണ്ടില്ലേ, ഈ മാറ്റർ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ 32 GB തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, 32 GB ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ പെൻഡ്രൈവ് പിന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പെൻഡ്രൈവ് അവിടെ കാണൂല, ഡിലീറ്റ് ആയി പോയില്ലേ, ഇവിടുന്ന് മാഞ്ഞു പോയില്ലേ. ഞാൻ പെൻഡ്രൈവ് ഒന്നും കൂടി ഇൻസെർട്ട് ചെയ്യാണ്. അപ്പൊ അവിടെ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഡിവൈസ് വരുന്നുണ്ട്. അപ്പൊ 32 GB പെൻഡ്രൈവ് നിങ്ങൾ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് ഉണ്ടാവുക. എത്രയാണോ പെൻഡ്രൈവ് കൊടുക്കുന്നത്, നമ്മളെ സംബന്ധിച്ചോളം 8 GB ആണ് മതി. ഒരു 16 GB എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 8 GB കയറാന്ന് പറഞ്ഞാൽ 16 GB വേണം. എന്നാലും പക്കായിട്ട് അതിന്റെ ISO ഫയൽ ഡൗൺലോഡ് ആവും, അതിൽ കയറി പോകുള്ളൂ. അപ്പൊ നമുക്ക് 16 GB മതി. 32 GB ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻസെർട്ട് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഈ സാധനം കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബൂട്ട് സെലക്ഷനിലാണ്. അപ്പൊ ബൂട്ട് സെലക്ഷൻ ഡിസ്ക് ISO ഇമേജ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ചെയ്യുന്നത് ISO ഫയൽ ആയിട്ടാണ്. MS-DOS ഉണ്ട്, FreeDOS ഉണ്ട്. അപ്പൊ നമുക്ക് സ്ക്രീൻ എങ്ങനെ വെച്ചാൽ MS-DOS എന്ന കുറച്ച് മുന്നത്തെ സംഭവങ്ങളാണ്. അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കിയിട്ട് MS-DOSൽ കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പെൻഡ്രൈവ് ആക്കി മാറ്റാം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാന്നുള്ള. അപ്പൊ നമുക്കിവിടെ ചെയ്തത് ഡിസ്ക് ISO ഫയൽ ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സെലക്ട് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ
ഇവിടെ ഞാൻ സെലക്ഷൻ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ISO ഫയൽ ഇമേജ് നമ്മൾ സേവ് ചെയ്ത ഫയൽ ചെയ്യാം നേരത്തെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലോസ് ആയത് നമ്മൾ എന്ത് ചെയ്യുക, തൽക്കാലം എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫയൽ ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വേറെ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഡ്രൈവിലേക്ക് പോയിട്ട് ഞാൻ കണ്ടില്ലേ, ഇതിൽ പോയിട്ട് ഞാൻ ISO ഫയൽ ഇപ്പോൾ വിൻഡോസ് 2022 വിൻഡോസ് ആ 2022 ഈ ISO ഫയൽ ഞാൻ ഡൗൺലോഡ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാണ്. അപ്പൊ ഇതിലേക്ക് സാധനം കൊടുത്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ വെച്ചാൽ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് GPT ഉണ്ട്, MBR ഉണ്ട്. ഈ GPT പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GPT പാർട്ടീഷൻ ഉണ്ട്, MBR പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പിൽ നമുക്ക് ബൂട്ടബിൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മളെ സിസ്റ്റം ഏതാണോ GPT സപ്പോർട്ട് ചെയ്യോ MBR സപ്പോർട്ട് ചെയ്യാന്ന് നോക്കണം. അപ്പൊ MBR ഉണ്ട്, അതേമാതിരി GPT ഉണ്ട്. അപ്പൊ GPT എന്ന് സപ്പോർട്ട് ചെയ്യുന്നത് UEFIയിലാണ് സപ്പോർട്ട് ചെയ്യുക, MBR സപ്പോർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ലെഗസിയിലാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. GPT ഉണ്ട്, MBR ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ GPTയിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. GPT സെലക്ട് ചെയ്തിട്ട് UEFI ഇവിടെ UEFI എന്ന് കാണുന്നുണ്ട്. ഇനി MBR ആണെങ്കിൽ MBR ഉണ്ടാവും UEFI ആൻഡ് CSM, ഇത് രണ്ടും കൂടി ബോത്താണ് കാരണം ഉണ്ടാവുക. നമ്മൾ GPT ആണ് ഇപ്പം സെലക്ട് ചെയ്തത്. GPT സെലക്ട് ചെയ്തിട്ട് ഈ ഒന്നും വർക്കൊന്നുമില്ല. ഇവിടെ പേര് വേണമെന്നുണ്ടെങ്കിൽ Windows 10 എന്നുള്ള പേര് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. Windows 10 എന്നുള്ള പേര് അടിച്ചു കൊടുക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മളെ പെൻഡ്രൈവിന്റെ പേര് നമ്മൾ എന്താവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഈ പെൻഡ്രൈവിന്റെ പേര് നമുക്ക് Windows 10 എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പേര് കൊടുക്കുന്നത്, ലേബൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, പെൻഡ്രൈവ് ഇട്ടു. സെക്കൻഡ് നമ്മൾ ISO ഫയൽ ഏത് തരത്തിൽ ISO ഫയലാണ് വേണ്ടിയെന്നുള്ള സെലക്ഷൻ നമ്മൾ ഇട്ട് കൊടുത്തു. ISO ഫയൽ ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ISO ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ഷൻ ഫയൽ ലോഡ് ചെയ്ത് കൊടുത്തു. ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ആ ഫയൽ ഏതാണോ ഫയൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു, ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുത്തു. ആ ലോഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇതിന്റെ ഫയലിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ആദ്യം നമുക്ക് ISO ഫയൽ എന്നുള്ള മീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം പിന്നെ ഇവിടെ കാണുന്ന സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ അങ്ങനെ തന്നെ കൊടുക്കുന്നത്. ഇവിടെ താഴത്തേക്ക് നിൽക്കിയിട്ടുണ്ടെങ്കിൽ വിൻഡോസ് അത് നമുക്ക് നോക്കാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഇത് കംപ്ലീറ്റ് ഓക്കെ. GPT അതേമാതിരി തന്നെ GPT ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത്. UEFI ആണ് അല്ലെ MBR ആണെങ്കിൽ MBR സെലക്ട് ചെയ്യുക. MBRും GPT തമ്മിൽ ചെറിയ രൂപത്തിലുള്ള വ്യത്യാസം എന്നുണ്ടെങ്കിൽ GPT ആണെങ്കിൽ UEFIയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, MBR ആണെങ്കിൽ ലെഗസി. അപ്പൊ നമ്മളെ ലാപ്ടോപ്പ് പുതിയതാണോ പഴയതാണോ, പുതിയത് എന്നുണ്ടെങ്കിൽ GPTയിലാണ് പുതിയത് സപ്പോർട്ട് ചെയ്യുക. സാധാരണ നമ്മളിപ്പോ ഇനി ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ സിസ്റ്റം പോയി നോക്കണം, നമുക്കൊരു ഐഡിയ കിട്ടണം. ഏത് നമ്മളെ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും. സെറ്റപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ GPT പാർട്ടിഷനിലാണോ ചെയ്യേണ്ടത്, MBRലാണോ പാർട്ടിഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് കിട്ടും. അപ്പൊ GPT എന്ന് പറഞ്ഞാൽ ഒന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗസിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അഥവാ സെക്യൂർ ബൂട്ട് ലെവലിൽ കാരണം ഇത് പോവുക. UEFIയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. MBR ആണ് എന്നുണ്ടെങ്കിൽ ലെഗസിയും കൂടി സപ്പോർട്ട് ചെയ്യും. ലെഗസി ഓൾഡ് ആണ് കാരണം നമ്മളെ സിസ്റ്റം GPT മാത്രം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ GPTയിൽ മാത്രം അടിക്കാൻ പാടുള്ളൂ. ഇത് MBR കൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ MBRലാണ് ചെയ്യേണ്ടത്, GPTയിലാണ് ചെയ്യേണ്ടത്. നമ്മളെ ബയോസിന്റെ സെറ്റപ്പിലും കൂടി പോയിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബയോസിന്റെ സെറ്റപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ രണ്ട് ടൈപ്പിൽ നമുക്ക് അടിച്ചു വെക്കാം. നമുക്ക് രണ്ട് ടൈപ്പിലും പെൻഡ്രൈവ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. രണ്ട് പെൻഡ്രൈവ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് ആ ടൈം ടു ടൈമിൽ നമുക്ക് വേറെ ഇതിങ്ങനെ ഫോർമാറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ച സെറ്റപ്പാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ലാബിൽ നമ്മൾ Windows 10 കൊടുത്തു. ഇനി ഒന്നുമില്ല, നേരെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെൻഡ്രൈവ് എന്ത് ചെയ്യും, ബൂട്ടബിൾ പെൻഡ്രൈവ് ആവും. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വിൻഡോ എന്നാൽ നേരെ ലോഡായിട്ട് ഒരു 10-20 മിനിറ്റ് പിടിക്കും ലോഡ് ആവാനായിട്ട് ISO ഫയലാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പെൻഡ്രൈവ് ആയിട്ട് കൈക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ ഈ ഒരു സെയിം പ്രോസസ്സിംഗ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വിൻഡോസിന്റെ ലൈവ് സീഡ് ഉണ്ടാക്കണം. അത് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളടത്ത് സെലക്ഷൻ ഉള്ളിടത്ത് Windows to go എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് ആയി. ഈ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്ന് പറഞ്ഞെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ ലൈവ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്ന് പറഞ്ഞെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിസ്റ്റത്തിന്റെ ഫുള്ള് പെർഫോമൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലാപ്ടോപ്പിൽ വോയിസ് ക്രാഷ് ആയിക്കണം, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓഡിയോ വർക്ക് ചെയ്യണില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻഡ്രൈവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബൂട്ടബിൾ ഇപ്പം പറഞ്ഞില്ല F8 അല്ലെങ്കിൽ
നമ്മളെ ബൂട്ടബിളിന്റെ F12 ഒക്കെ അടിച്ചിട്ട് നമ്മൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ട്, പെൻഡ്രൈവ് ബൂട്ട് ചെയ്യുന്നുണ്ടല്ലേ, ആ പർപ്പസിൽ നമ്മളെ പെൻഡ്രൈവ് ബൂട്ട് ലൈവ് CD ആയിട്ട് ഈ സിസ്റ്റം ഫുൾ ആയിട്ട് ഇതേമാതിരി വർക്ക് ചെയ്യുന്ന പ്രത്യേകതയാണ്. അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ലൈവ് CD നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വിൻഡോസ് ടു ഗോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോകും. ഇത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വിൻഡോസ് ടൈപ്പ് ചെയ്ത് പോകും. അപ്പൊ ഡിവൈസ് ഓക്കെ, വിൻഡോസ് ISO സെലക്ഷൻ ഓക്കെ, സെലക്ഷൻ നമുക്ക് ഈ ഫയൽ നമുക്ക് ലോഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ കിടക്കുന്നത് നോർമലി വിൻഡോസ് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷന്റെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ISO ഫയൽ എടുത്തിട്ട് നേരെ ഇൻസ്റ്റലേഷൻ നേരെ സെറ്റപ്പ് റൺ ചെയ്ത് കൊടുക്കുക. ഇനി വിൻഡോസ് ലൈവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലോ ഇവിടെ നമ്മൾ ഈ വിൻഡോസ് ടു ഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോസിന്റെ പെൻഡ്രൈവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂഫസിൽ ചെയ്യാനുള്ള മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാം പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കാൻ. സിമ്പിൾ എന്താണെങ്കിൽ വിൻഡോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ ISO ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മളെടുത്ത് ഉണ്ടായാൽ മതി എന്ന് മാത്രം. ഇത്രയും ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലുകൾ ലിനക്സ് ആണ്, ലിനക്സ് എല്ലാ മെത്തേഡും ഇതേമായി തന്നെയാണ്. ഇനിയിപ്പോ എക്സാമ്പിൾ പറയാം, നമ്മളിത് ഒഴിവാക്കാൻ പോണ്, ഇത് ഡിലീറ്റ് അടിച്ചിട്ട് ഞാൻ പിന്നെയും ഒന്നും കൂടി ചെയ്യാൻ പോണ് കറക്റ്റ് മെത്തേഡായിട്ട്. ഡൗൺലോഡ് പോകുന്ന സിസ്റ്റത്തിന്റെ ഡൗൺലോഡിൽ പോയിട്ട് ഇതാണ് നമ്മളെ റൂഫസിന്റെ exe ഫയൽ. ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്, യെസ് കൊടുത്തു. ഇപ്പൊ പെൻഡ്രൈവ് ഇതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നതാണ്, പെൻഡ്രൈവ് റിമൂവ് ചെയ്യാണ്. ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്തു, പെൻഡ്രൈവ് ഇവിടെ കാണുന്നില്ല. ഇനി ഞാൻ പെൻഡ്രൈവ് ഇൻസെർട്ട് ചെയ്തു. ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് പെൻഡ്രൈവ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് കിട്ടണം എന്ന് പറഞ്ഞെങ്കിൽ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് കാണേണ്ട ഇതിവിടെ പെൻഡ്രൈവ് നമ്മളത് 32 GB സെലക്ട് ഓക്കെ USB ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണിക്കുന്നത് ISO ഫയൽ, ഡിസ്ക് ISO ഫയൽ ഇമേജ് എന്നാണ്. നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നുണ്ട്. അപ്പൊ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലിന്റെ അവിടെ പോയിട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, അത് ഇൻസെർട്ട് ചെയ്യുക. ഇതിവിടെ ഇൻസെർട്ട് ചെയ്യാൻ ഒരു ക്ലിക്ക് ചെയ്യുക. ഞാൻ സെറ്റ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ലിനക്സ് ആണ് ഇവിടെ ഞാൻ ലിനക്സ് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഇൻസെർട്ട് ആയി. അപ്പോൾ ലോഡ് ചെയ്തത് ലിനക്സ് ആണ്. ലിനക്സിന്റെ ISO ഫയൽ ലോഡ് ചെയ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് MBR ആണോ വേണ്ടത് അതല്ല GPT ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ സിസ്റ്റം GPT സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ MBR സപ്പോർട്ട് ചെയ്യുക. GPT എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം UEFI റിലേറ്റഡ് ആണ് നമുക്ക് വേണ്ടത്. MBR എന്ന് പറഞ്ഞെങ്കിൽ ലെഗസി റിലേറ്റഡ് ആണ് വേണ്ടത്. അപ്പൊ നമ്മളെ സിസ്റ്റം പുതിയതാണ് എന്നുണ്ടെങ്കിൽ GPT ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ ബയോസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നമുക്ക് എടുക്കാനുള്ളതാണ്. GPT ആണോ MBR ആണോ ഏതാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മെത്തേഡ് നമുക്ക് കറക്റ്റ് കിട്ടണം. അപ്പൊ കോമൺലി നമ്മൾ പറയുന്നത് ഈ രണ്ട് പെൻഡ്രൈവ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ടൈം ടു ടൈമിൽ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പെൻഡ്രൈവ് ഉണ്ടാക്കണം. അപ്പൊ ഞാനിപ്പോ GPT ആണ്, MBR ആണെങ്കിൽ MBR സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ GPT സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ MBR ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ. ഇതിന്റെ പേരാണ് നമുക്ക് ഇനി ഇവിടെ പേര് നമ്മൾ ഇനി വേറെ എന്തെങ്കിലും പേര് അടിക്കാം. ഹുസൈൻ തിരൂരിന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഹുസൈൻ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചിപ്പ് ക്രാഫ്റ്റ് എന്നാണെങ്കിൽ എന്ത് പേരാണെങ്കിലും അടിച്ചു കൊടുക്കുക. ഇവിടെ പേര് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, ഫയൽ സിസ്റ്റം ഇവിടെ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവന്മാർ ഓൾറെഡി ഫയൽ സിസ്റ്റം റൺ ആയി സെലക്ട് ഡീഫാൾട്ട് ആണ് കിടക്കുന്നത് MBR ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് ഡീഫാൾട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ മാനുവൽ ആയിട്ട് കൊടുക്കും ചെയ്യാം. എന്നതിന് ശേഷം ഒന്നുമില്ല, നേരെ സ്റ്റാർട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നേരെ ഇവിടുന്ന് സ്റ്റാർട്ട് കൊടുക്കുകയാണ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമ്മൾക്ക് ഇപ്പൊ ലിനക്സ് ഇട്ടത് ഞാനിപ്പോ വിൻഡോസ് ഇട്ടു. വിൻഡോസിന്റെ ലൈവ് നമുക്ക് വേണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഇമേജ് ഓപ്ഷൻ കണ്ടില്ലേ, ഇമേജ് ഓപ്ഷനിൽ പോയിട്ട് വിൻഡോസ് ഗോ ഇട്ട് കൊടുക്കുക. ഇനി ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിനക്സ് ഇവിടെ ഇട്ടു. ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് നമ്മളെ ലിനക്സിന് പോവും. ഞാൻ കാണിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ലിനക്സ് ആപ്പിൾ ഈ ലൈവ് വിൻഡോസ് ലൈവ് ബൂട്ടബിൾ ഉണ്ടാക്കാൻ ഇവിടെ പർപ്പസ് ഇല്ല. കാരണം ഈ ലിനക്സ് ഓൾറെഡി ലൈവ് ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വിൻഡോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ടാവും സ്റ്റാൻഡേർഡ് വേണ്ടല്ലേ, സ്റ്റാൻഡേർഡ് വിൻഡോസ് ഗോ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് നമ്മളെ പെൻഡ്രൈവ് ചെയ്ത പെൻഡ്രൈവ് ഒരു 10-15 മിനിറ്റ് പിടിക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡ്രൈവ് നമ്മൾ എന്ത് പെൻഡ്രൈവായി മാറും, ഇത് നമുക്ക് വിൻഡോസിന്റെ ലൈവ് CD ആയിട്ട് മാറും.
ലൈവ് പെൻഡ്രൈവ് ആയിട്ട് മാറും. ലൈവ് പെൻഡ്രൈവ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ബൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റം ഇപ്പോൾ സി ഡ്രൈവ് ആണെങ്കിൽ സി ഡ്രൈവ് പോയിട്ട് അതിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സാധനമൊക്കെ ഫയലൊക്കെ എടുത്തതിന് ശേഷം സിസ്റ്റം ഫോർമാറ്റ് ചെയ്താൽ മതി. ആ മെത്തേഡൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ റൂഫസ് എന്ന ഒരു സെറ്റപ്പ് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലോഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് നമ്മൾ ഓൾമോസ്റ്റ് ബൂട്ടബിളിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബൂട്ടബിളിൻ്റെ ഇതേ സ്റ്റേജ് തന്നെയാണ്, ഇതിനെക്കാട്ടി ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെ വെച്ചാൽ ബൂട്ടബിളിൻ്റെ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ISO ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബൂട്ടബിൾ ആയിട്ട് മാറുന്നതാണ്. ISO ഫയൽ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ് മെത്തേഡാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.